guys, welcome to Ready 1, 2, 3, go! എൻ്റെ പേര് നിയ മരിയ മെബിൻ എന്നാണ്. ഞാൻ 7th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരായിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അയാളെ ഞാൻ പിന്നെ കാണിച്ചു തരാം. അവളുടെ ലിയാൻ മേരി വിവേര എന്നാണ് പേര്. അവൾ 8th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതൊരു ട്രാവൽ വ്ലോഗാണ്. നമ്മൾ നെല്ലിയാമ്പതിയിൽ പോവാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കിടാമെന്ന് വിചാരിക്കുന്നു. സോ സ്റ്റേ ട്യൂൺ. നേരത്തെ സൂചിപ്പിച്ച ലിയാൻ മേരി വിവേര അതേയാളാണ്. ഇത് ഇവളെന്നെക്കാൾ 1 വയസ്സ് മൂത്തതാണ്. പെട്ടെന്ന് നമ്മൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആയിട്ട് ചേച്ചി അങ്ങനെ വിളിക്കാറില്ല. സോ വളരെ നല്ല സീനറി ആണിത്. ഇപ്പോൾ നമ്മൾ പാലക്കാട് എത്തി എന്ന് പറയാം. നമ്മളിപ്പോൾ ചെക്ക് പോസ്റ്റിലാണ്, നെല്ലിയാമ്പതിയിലേക്ക് കയറുന്ന ചെക്ക് പോസ്റ്റിലാണ്. സോ ഐ ജസ്റ്റ് ഷോ യു. നമ്മളൊരു ഡാം കാണാൻ വന്നിരിക്കുകയാണ്, പുതുത്തുടി ഡാം. അപ്പോൾ നമുക്ക് സീനറി കാണാം. സോ അപ്പം നമ്മൾ ഡാം കാണാൻ പോവാണ്. സോ കം ഓൺ. ഡാം ശരിക്കും പറഞ്ഞാൽ പുഴ പോലെ ഉണ്ടല്ലേ. അപ്പോൾ ദാ നമ്മൾ എസ്റ്റേറ്റ് എത്തി. ഇപ്പം നമ്മൾ നേരെ റിസോർട്ടിലേക്ക് പോകാണ്. ഡാമൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ റിസോർട്ടിലേക്ക്. അവിടെ ഫാം ഹൗസ് പാർക്കൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം എല്ലാം നിങ്ങൾക്ക് നമ്മൾ കാണിച്ചു തരാം. സോ ഗൈസ്, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പാർക്കിൽ പോവാണ്. പാർക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്കറിയില്ല, നമ്മൾ ആദ്യമായിട്ടാണല്ലോ. സോ ഞാനും ഉണ്ട്. ഇതാണ് ലിയാൻ മേരി വിവേര അന്ന് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി. സോ ഇവിടെ ഒരു പാർക്കുണ്ട്. നല്ല സ്ലൈഡ് എല്ലാം ഭയങ്കര പാർക്ക്. പിന്നെ വലിയ ലോണാണ്. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും അനിയത്തിമാരുണ്ട്. 2 പേരും ഏകദേശം സെയിം പ്രായം തന്നെയാണ്. വലുതുമല്ല ചെറുതുമല്ല. അപ്പോൾ നമ്മൾ പാർക്കിൻ്റെ ഉള്ളിൽ പോയിക്കൊണ്ടിരിക്കുവാണ്. ഇതാണ് പാർക്ക്. അപ്പോൾ സ്ലൈഡും സീസോ മെഡിക്കൽ റൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഫാം ഹൗസിൽ പോവാം. ബാക്കി പിന്നെ പോവാന്ന് വിചാരിച്ചു. അപ്പോൾ
ഈ വ്യൂ പോയിന്റിലേക്കാണ്. സോ അത് ഒരു ഇടവഴിയാണുള്ളത്. എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കാം. നല്ല ഇത് ഉള്ളിലേക്കൊരു വഴിയാണിത്. നല്ല ഡീപ്പായിട്ടുള്ള അതെ ഗ്രീൻ ആയിട്ടുള്ള സ്ഥലമാണ്. സോ നമ്മളതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പോവുകയാണ്. Yeah, so ഇത് ഫാം ഹൗസ് ആണോ വ്യൂ പോയിന്റ് ആണോ നമുക്കൊരു ഐഡിയ ഇല്ല. കാരണം ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് തന്നെ എല്ലാവരും ആദ്യമായിട്ട് തന്നെ ഗൈഡ് തരാൻ ഇപ്പം ആരുമില്ല നമ്മുടെ കൂടെ. ദൂരെ നമ്മൾ വ്യൂ പോയിന്റ് ഒക്കെ കാണുന്നുണ്ട്. എന്തൊരു സോ നമ്മളങ്ങനെ വ്യൂ പോയിന്റ് എത്തി. ഇതാണ് വ്യൂ പോയിന്റ്. എത്രയും കഷ്ടപ്പെട്ടു ഇവിടെ എത്താൻ. അപ്പൊ നമ്മള് തിരിച്ച് വ്യൂ പോയിന്റിൽ നിന്ന് പോവാണ്. സോ സ്റ്റേ ട്യൂൺ. നമ്മളിപ്പോ ഫാം ഹൗസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതെ ഫാം ഹൗസ് ഇങ്ങാടാണ്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫോണിന് ഭയങ്കര ചാർജ് കുറവായതുകൊണ്ട് അതേ വീഡിയോസ് എടുക്കുന്നില്ല നമ്മൾ. പിന്നെ ഈ റൂമിലെത്തിയാലേ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഗേറ്റിൽ എൻട്രി ചെയ്തു. അപ്പോൾ ഇവിടെ ആനിമൽസിനുള്ള ഫുഡൊക്കെ കിട്ടും, നമുക്ക് കൊടുക്കുകയൊക്കെ ചെയ്യാം. സോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫാം ഹൗസിലേക്ക് കയറി. ഇവിടെ കുറേ കൊക്കുകളൊക്കെ ഉണ്ട്. അത് ഡക്സ് ആണ്. സോ ഡക്കി ഇവിടെ ഫുൾ ബേർഡീസ് ആണ്. കുറെ ചിക്കൻ ഉണ്ട്, ഹെൻസ് ഉണ്ട്. ഇല്ല കുറെ എണ്ണം കൂട്ടിന്റെ പുറത്തായതുകൊണ്ട് നമുക്ക് കുറച്ച് പേടിയാണ്. ഇത് കാപ്പിക്കുരു ഉണക്കാനിട്ടേക്കുന്നതാണ്. ഇവിടെ വേറെ കുറെ ബേർഡ്സ് ഉണ്ട്. ഇത് പ്രാവ്, ഡൗ അതൊക്കെയാണ്. നമ്മളുടെ മുമ്പിൽ തന്നെ കുറെ ഗോഡ്സ് നിൽക്കുക. അപ്പം നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. ഇത് അടുത്ത ഫാം ഹൗസിൻ്റെ അടുത്ത സെക്ഷനാണ്. പക്ഷെ അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. അവിടെ കുറേ ഗോഡ്സും ഷീപ്പ്, കുഞ്ഞ് ലാമ്പൊക്കെ ഉണ്ട്. പിന്നെ അവിടെ കുറേ എമോസൊക്കെ ഉണ്ട്. എന്ത് ചെയ്യാൻ പറ്റും, അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. താഴ്ത്തിരിക്കുന്ന ഗോട്ട് പ്രഗ്നന്റ് ആണ് ആക്ച്വലി. സാഹസത്തോടെ ഞങ്ങൾ ഉള്ളിൽ കയറി. ഒച്ചോടാ ക്യൂട്ട് ലാംസ്. അവിടെ കുറെ എമൂസ് ഉണ്ട്. അതെ ഉള്ളിൽ കയറ്റില്ല, ഇത് കടിക്കും വന്നാ. പിന്നെ ഇവിടെ ചിക്കൻസ്. എനിക്ക് കൈ പിടിക്കാൻ മങ്കിയതേ ഒരു ഷീപ്പ് അല്ലല്ല ലാമ്പിന്, ഒരു ചെറിയ കുട്ടി ലാമ്പിന് എന്താണ് ഈ തല നോക്കി കൊടുക്കുന്നൊക്കെ പോലെ. അജ്ജോടാ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. ഇത് ക്രിയേറ്റിവിറ്റി പോലെ. അവിടെ ഒരു ഹെന്നും ഒരു റാബിറ്റും ഒരുമിച്ച് ഒരു കൂട്ടി ജയിക്കണം. സോ റെയർ. അപ്പം നമ്മൾ റൂമിലെത്തി, ഫാം ഹൗസൊക്കെ കണ്ടു, അങ്ങനെ കുറച്ച് ചായയൊക്കെ കുടിച്ചു. നമ്മൾ
റൂമിലെത്തി. ഇതാണ് റൂം. ഫാം ഹൗസ് ആണ് ഇങ്ങനത്തെ റൂംസേ കിട്ടുള്ളൂ. സോ ഇതാണ് റൂം. സോ നമ്മളിപ്പോൾ ഞാൻ കുളിച്ച് റെഡിയായി സ്വെറ്ററൊക്കെ ഇട്ട് നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ. വൈകുന്നേരമൊക്കെ നല്ല കാറ്റാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഇപ്പോൾ രാവിലെ ആയിട്ടോ. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് കുറച്ച് നടക്കാൻ പോവാണ്. സോ ഓക്കെ, നമ്മളൊരു മോർണിംഗ് വാക്കിന് വന്നേക്കുവാണ്. നല്ല തണുപ്പുണ്ട്. പിന്നെ ഇവിടെ ഫുള്ള് കാപ്പിക്കൊരു ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത് നല്ല പൂത്ത് നിൽക്കുന്ന കാപ്പിക്കുരുവാണ്. നല്ല വെയിലുണ്ട് കുറച്ച്. ഇത് നമ്മളൊന്ന് വന്ന വഴിയാണ്. നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ. മെയിൻ എൻട്രൻസ് ആണ്. ഇതൊരു എസ്റ്റേറ്റ് ആണ്. അപ്പം അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ റിസോർട്ട്. നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ. മോർണിംഗ് വാക്കിനൊക്കെ പോകാൻ നല്ല രസമാണ്. അപ്പോൾ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഇവിടെ വിസിറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ നോക്കിയാൽ നല്ലൊരു സീനറി കാണാമല്ല. അവിടെ ഫുൾ ഫോഗായിട്ടുള്ള ഒരു സീനറി. നല്ല ഭംഗിയാണ്. വാഷിക് ഫീൽസ് കാണാൻ നല്ല ഭംഗിയുണ്ട്. അതൊക്കെ ഒരു ഇങ്ങനെ ആയി. പിന്നെ അവിടെ ലൈറ്റ് അടിക്കണുണ്ടോ, അവിടെ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇവിടെ ഒരു വലിയ ലേക്ക് ഉണ്ട്. അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. വലിയ ഭംഗിയുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെയുള്ള ഇങ്ങനെ ആ പോണ ഇതാണ്. കാരണം രണ്ട് സൈഡും നല്ല ഭംഗിയാണ്. സോ രാവിലെ ഒരു 8 മണിയേക്കാണ്. വളരെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഈ റിസോർട്ടിൻ്റെ പേര് ഗ്രീൻ ലാൻഡ് ഫാം ഹൗസ് റിസോർട്ട് എന്നാണ്. നിങ്ങൾ നെല്ലിയാമ്പതി വരുന്നുണ്ടെങ്കിൽ ഇവിടെ വിസിറ്റ് ചെയ്യണം. ഫുൾ ഗ്രീനറി ആണ്. പ്ലാസ്റ്റിക് അങ്ങനത്തെ വേസ്റ്റ് അതൊന്നും നമുക്ക് കാണേണ്ടി വരില്ല. ശൂന്യമായ സ്ഥലം. നല്ല പീസ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങളിവിടെ വരുന്നെങ്കിൽ വിസിറ്റ് ചെയ്യണം. അതുപോലെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റൊക്കെ എന്താണ് നമുക്ക് അവിടെ നിന്ന് ബുഫറ്റായിട്ട് തരുന്നുണ്ട്. അതുപോലെ അധികം പൈസ കൂടുതലും അല്ല. സോ നിങ്ങളിവിടെ വരുവാണെങ്കിൽ ഇവിടെ വിസിറ്റ് ചെയ്യണം. ഓക്കേ. തണുപ്പുണ്ട്. രണ്ട് സൈഡ് നല്ല ഗ്രീനറി ആണ്. അപ്പോൾ നമ്മൾ മെയിൻ എൻട്രൻസിലേക്കാണ് പോകുന്നത്. സോ കം ഓൺ. അപ്പോൾ ഫോറസ്റ്റ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ ചെടികളുടെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതേ ഫ്ലവർ ഉണ്ടോ, വൈറ്റ് ആയിട്ട് തോന്നും, ബട്ട് ഇറ്റ്സ് വയലറ്റ്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. അപ്പോൾ നമ്മൾക്ക് അതൊക്കെയാണ് കുറേ ഓടി. അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. കുറേ ദൂരം വന്നു. അപ്പം നമ്മൾ കുറേ ദൂരം നടക്കാനുണ്ട്. സോ അപ്പോൾ നമ്മൾ റിസോർട്ട് ലീവ് ചെയ്യാണ്. ഇനി നമ്മൾ സീതാർഗുണ്ടും അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് വീട്ടിലേക്ക് പോകും. അപ്പോൾ നമ്മൾ സീതാർഗുണ്ടിന് എത്തിയതൊരു വ്യൂ പോയിന്റ് ആണ്. നമ്മൾക്ക് തമിഴ്നാട്ടിലെ വിൻമില്ലൊക്കെ കാണാൻ പറ്റും. നല്ല വലിയ വ്യൂ പോയിന്റ് ആണ്. നല്ല തിരക്കുണ്ട് ഇവിടെ. അപ്പോൾ നമ്മുടെ സേഫ്റ്റിയൊക്കെ നോക്കിയിട്ട് വേണം പോവാൻ.
സോ അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. നമ്മളിപ്പോ സീതാർകുണ്ട് എത്തി. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ സ്റ്റേ അപ്ഡേറ്റഡ്. അപ്പോൾ നമ്മൾ സീതാർകുണ്ടിൽ നിന്ന് തിരിച്ചു വരികയാണ്. ഇനി മിക്കവാറും ലഞ്ച് കഴിക്കാനായിരിക്കും പോകുന്നത്, അറിയില്ല. അപ്പോൾ ഗായ്സ്, ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറേ ലേറ്റായി ഭക്ഷണം കഴിക്കാൻ. കാരണം നല്ല ബ്ലോക്കായിരുന്നു. വെക്കേഷൻ ടൈമിൽ നിങ്ങൾ ഈ ഇങ്ങനത്തെ ഇതിൽ ഇവിടെ ടൂറിസ്റ്റ് പ്ലേസിൽ വരാതെ ഇരിക്കുന്നതാണ് നല്ലത്. കാരണം നല്ല ബ്ലോക്കായിരിക്കും. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്നാണ് നല്ലത്. അതായത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇനി നമ്മൾ പുത്തുടി ഡാമിൽ ഒന്നും കൂടി പോകുന്നുണ്ട്. അതിൻ്റെ താഴ്ഭാഗത്ത് അവിടെ പാർക്കും സംഭവങ്ങളൊക്കെ ഉണ്ട്. ബാക്കി വിശേഷങ്ങളോട് ചെന്നിട്ട് പറയാം. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ബൈ ഫ്രം റെഡി 1 2 3 ഗോ.